നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2025 നവംബർ മാസം 28-ാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. 139 ദിവസം. നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്ത്വനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു. അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം. ശനി എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. 139 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ അയക്കുന്ന പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു 10% മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുണർദം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനിദോഷങ്ങൾ വളരെ കുറവായി വരികയാണ് ചെയ്യുന്നത്. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം നക്ഷത്രം, അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പാദവും മിഥുനം രാശിയിലാണ്. അവസാന കാൽപാദം കർക്കിടകം രാശിയിലും. കർക്കിടകം രാശിയിൽ നിലനിൽക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ശനിദോഷങ്ങൾ ബാധിക്കുകയില്ല. കാരണം ശനി കർക്കിടകം രാശിയുടെ 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് നേട്ടങ്ങളായിരുന്നു മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് വക്രത്തിൽ നിൽക്കുമ്പോഴും നേട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നല്ല അനുഭവങ്ങൾ അത് ഇരട്ടിയായി ജീവിതത്തിലേക്ക് വരുന്നു. എന്നാൽ കണ്ടക ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരുന്ന പുണർദം നക്ഷത്രം, മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ പാദത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന ജീവിതം മുന്നിലേക്ക് നയിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയായിരിക്കും അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തിൽ കർമ്മരംഗത്ത് പരാജയം, സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, ഒരു ലോണിന് അപേക്ഷിച്ചാൽ അതുപോലും കൃത്യമായി നമുക്ക് ലഭിക്കുന്നില്ല, ബിസിനസ്സിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ശനിയുടെ വലിയൊരു ദോഷം മൂലം സാമ്പത്തിക തകർച്ച, ബിസിനസ്സിൽ പരാജയം, ജോലിയില്ലാത്തൊരവസ്ഥ, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ,
പ്രത്യേകിച്ച് ഈ ഡ്രൈവർമാർ പോലുള്ള വ്യക്തികൾ, കെട്ടിട പണിക്കാർ, നിത്യവും ഒരു ജോലി ചെയ്ത് ജീവിതമാർഗം കാണുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും തടസ്സങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെറിയ ചെറിയ കടകൾ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ചെറിയ കടകൾ, ഇങ്ങനെയൊക്കെ ചെറിയ കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായൊരു സാമ്പത്തിക തടസ്സം വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ജൂലൈ മാസം 13-ാം തീയതി മുതൽ നവംബർ 28-ാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആ കണ്ടക ശനി ദോഷം മാറുകയാണ്. ആ ദോഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരുന്നില്ല. പകരം 4 ഇരട്ടിയായി ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരികയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നു. അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം വളരെ നല്ല രീതിയിൽ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നു. ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വലിയ വലിയ ലാഭങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും കിട്ടുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കും. കൂടാതെ തന്നെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ, ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വൻ നേട്ടങ്ങൾ. ഒരു ഐശ്വര്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന കുറച്ച് ദിനരാത്രങ്ങളാണ് ഇനി കടന്നു വരുന്നത്. ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് മുൻ കാലഘട്ടങ്ങൾ അനുഭവിച്ചിരുന്ന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ഐശ്വര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സാമ്പത്തിക പുരോഗതിയോടുകൂടിയും വിദ്യാഭ്യാസപരമായ നേട്ടത്തിലൂടെയും അംഗീകാരങ്ങളിലൂടെയും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും വളരെയധികം നേട്ടങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തികളായിരിക്കും. എന്നാൽ അതിനെല്ലാം നേട്ടങ്ങൾ. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ പരാജയം കാരണം ബിസിനസ് ഇനി വേണ്ട, ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾക്കാണ് വലിയ വലിയ നേട്ടങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു ദോഷത്തിന് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഈയൊരു വക്രഗതിയിലുള്ള സഞ്ചാരം നമുക്കൊരു പുരോഗതിയിലോട്ടും അല്ലെങ്കിൽ നേട്ടത്തിലോട്ടും എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു 139 ദിവസങ്ങൾ, ഈ ദിവസം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുക. നവംബർ 28-ാം തീയതി വരെയാണുള്ളത്. ജൂലൈ 13 മുതൽ നവംബർ 28-ാം തീയതി വരെ ഒരു 139 ദിവസം. ഈ ദിവസങ്ങൾ കർമ്മരംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുക, ജോലിയിൽ പുരോഗതി ഉണ്ടാക്കുവാൻ ശ്രമിക്കുക, ബിസിനസ്സിൽ വിജയം കൈവരിക്കുവാൻ ശ്രമിക്കുക, കടബാധ്യതകളെല്ലാം തീർക്കുക, സാമ്പത്തികം അല്പമെങ്കിലും കയ്യിൽ സേവ് ചെയ്യുവാൻ സാധിക്കുക. എന്ത് കാര്യത്തിനിറങ്ങിയാലും മടി, അലസത മൂലം മാറി നിന്ന വ്യക്തികൾ 4 ഇരട്ടി ധൈര്യത്തോടു കൂടി എത്ര തന്നെ ജോലി ചെയ്യാൻ അവർക്ക് തൃപ്തി വരുന്നില്ല. വീണ്ടും വീണ്ടും കർമ്മരംഗം പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്യുകയും വിജയിക്കുകയും വിജയത്തിൻ്റെ ഒരു തോന്നലുകൾ ഉള്ളിലുണ്ടാകുകയും നല്ല രീതിയിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയും വിജയത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ കുറച്ച് ദിനരാത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ഭഗവാനെ പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയും പൂജിക്കുകയും നാമം ജപിക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും അയ്യപ്പ സ്വാമിക്കോ ശ്രീധർമ്മശാസ്താവിനോ അല്ലെങ്കിൽ ശനീശ്വരദേവനോ നവഗ്രഹങ്ങൾക്കോ പൂജാ വഴിപാടുകൾ നടത്തുക, എള്ളുപായസം നടത്തുക, ശനീശ്വര ഹോമം നടത്തുക, ശനി ദോഷത്തിന് പരിഹാരമായിട്ട് നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവയെല്ലാം തെളിയിക്കുക. ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന കുറച്ച് ദിനരാത്രങ്ങളാണ് വരുന്നത്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം.